റാക്കറ്റിലേക്ക്, അന്താരാഷ്ട്ര റാക്കറ്റിലേക്ക്, പുരാവസ്തു കടത്ത് സംഘത്തിലേക്ക് എത്തണം. അത് തന്നെയാണ് ഏറ്റവും നിർണായകമായ കാര്യം. അഷ്കർ അലി കരിമ്പ ദിണ്ടിഗലിൽ നിന്ന് തുടരുന്നുണ്ട്. അഷ്കർ, ഇതിൽ ഈ ഡി മണിയുടെ ഇടപാടുകളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഹരി സൂചിപ്പിച്ചതുപോലെ SITയുടെ കണ്ടെത്തൽ എന്ന് പറയുന്നത് ബാലമുരുകന്റെ സിം മാത്രമല്ല, മറ്റു ചില സിമ്മുകൾ കൂടി ഇയാൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് സ്വന്തം പേരിലുള്ള സിം അല്ല മണി ഉപയോഗിക്കുന്നത് എന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ മറ്റുള്ളവരുടെ പേരിലുള്ള സിം ഉപയോഗിക്കുന്നത് ദുരൂഹമാണ്. എന്തിനെയാൾ ഇത് ഉപയോഗിക്കുന്നതെന്നാണ്. മാത്രമല്ല ഈ ഡി മണിയെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ്? നേരത്തെ പ്രവാസി വ്യവസായി നൽകിയ മൊഴി അനുസരിച്ചാണെങ്കിൽ തിരുവനന്തപുരത്ത് വെച്ചാണ് ശബരിമലയുമായി ബന്ധമുള്ള ഒരു ഉന്നതനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും മണിയും ആയി കണ്ടത്. അവിടെ വെച്ചാണ് പണം കൈമാറിയിരിക്കുന്നത് എന്നതാണ്. ഡി മണി ഇത്തരത്തിൽ കേരളത്തിലേക്ക് സ്ഥിരമായി വരുന്നയാളാണോ? ഇയാളുടെ യാത്രകൾ എങ്ങനെയാണ്? അത്തരം വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ടോ SIT? വിനിത, ഡി മണിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ദിണ്ടിഗലിലും അതിനൊപ്പം തന്നെ ചുറ്റുവട്ടത്തടക്കം വലിയ തോതിലുള്ള അന്വേഷണം, പ്രാഥമിക അന്വേഷണം ഈ ഘട്ടത്തിൽ SIT നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയം മുമ്പ് മണിയെ നമ്മൾ കണ്ട സമയത്ത്, മണി നമ്മളോട് സംസാര സമയത്ത് മണി വ്യക്തമാക്കിയത് കേരളത്തിലേക്ക് ശബരിമലയ്ക്ക് വന്നിട്ടുണ്ട്, അതിനപ്പുറത്തേക്ക് പിന്നീട് അത് ഭക്തൻ എന്ന നില വന്നിട്ടുണ്ട്, പിന്നീട് തിരുവനന്തപുരത്തേക്ക് അച്ഛൻ്റെ കർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയും വന്നിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് കേരളത്തിലേക്കോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്കോ ഒന്നും തന്നെ താൻ വന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ മണിയുടെ വാക്കുകൾ ഇപ്പോൾ നമുക്ക് വിശ്വസ്തരെടുക്കാൻ കഴിയില്ല എന്നതാണ്. ഇന്നലെ മണി നമ്മളോട് ചോദ്യം ചെയ്തതിനു ശേഷം ആദ്യമായ റിപ്പോർട്ടിലൂടെ സംസാരിക്കുമ്പോൾ മണി പറഞ്ഞത് തനിക്ക് സമ്മൻസ് ഒന്നും ലഭിച്ചിട്ടില്ല, നോട്ടീസ് ലഭിച്ചിട്ടില്ല, പോലീസ് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടില്ല, ഇനി ഒരു മൊഴിയെടുക്കേണ്ട ആവശ്യമില്ല, തനിക്ക് കേസുമായി ഒരു ബന്ധമില്ല എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് മണി നടത്തിയതെങ്കിൽ ഇന്ന് മണി നടത്തിയത് അത് തിരുത്തി പറയുക തന്നെ ചെയ്തിരിക്കുന്നു മണി എന്നുള്ളതാണ്. 30-ാം തീയതി തന്നോട് ഹാജരാകാൻ വേണ്ടി തന്നോട് ആവശ്യപ്പെട്ടു. അതുകൊണ്ട് 30-ാം തീയതി തിരുവനന്തപുരത്തെത്തി നേരിട്ട് ഹാജരാകുകയും SIT സംഘത്തിന് മുമ്പിൽ ഹാജരായി മൊഴി നൽകുകയും ചെയ്യുമെന്നുള്ള ഒരു വെളിപ്പെടുത്തലാണ്, അല്ലെങ്കിൽ ഒരു തിരുത്തി പറയലാണ് ഇന്ന് മണി നടത്തി. സ്വാഭാവികമായും മണിയുടെ വാക്കുകളൊക്കെ തന്നെ അത്രയും ദുരൂഹമായി തന്നെയാണ് ഈ ഘട്ടത്തിലും നമ്മളും കാണുന്നത്. മണി പറയുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ഇതുമായി തനിക്കൊരു ബന്ധമില്ല എന്ന് പറയുമ്പോഴും വ്യത്യസ്തരായ 3 മനുഷ്യരുടെ പേരിലുള്ള നമ്പറുകൾ ഒരു വ്യക്തി ഉപയോഗിക്കുന്നു, സ്വന്തം പേരിൽ ഒരു സിം പോലും എടുക്കാതെ എന്ന് പറയുന്നത് തന്നെ അങ്ങേറ്റം ദുരൂഹമാണ്. അതിനപ്പുറത്തേക്ക് ദിണ്ടികൾ കേന്ദ്രീകരിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോൾ പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, ഒരു അഭൂതമായ രീതിയിലുള്ളൊരു വളർച്ച കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കകം തന്നെ മണിക്കുണ്ടായി എന്നുള്ളതാണ്. കഴിഞ്ഞ ഒരു കാലത്ത് ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്ന ഓട്ടോ മണി എന്നറിയപ്പെട്ടിരുന്ന സുബ്രഹ്മണ്യം പിന്നീട് ഒരു ഘട്ടത്തിൽ ഇവിടുത്തെ സമീപത്തെ ഒരു തിയേറ്ററിൽ ഒരു ക്യാൻറ്റീൻ അല്ലെങ്കിൽ ഒരു സ്പേസ് റെന്റിനെടുത്ത് ലീസിനെടുത്ത് അവിടെ പോപ്കോൺ വിൽപ്പന നടത്തിയിരുന്ന പോപ്കോൺ മണിയായും ഇവിടുത്തെ നാട്ടുകാർക്ക് മണി അറിയാം. പിന്നീടാണ് ഗോൾഡ് ലോൺ ഇടപാടുകൾ നടത്തുകയും അത്തരത്തിലൊരു ഗോൾഡ് ലോണിൻ്റെ ബിസിനസ്സിലൂടെ രംഗത്ത് വരികയും ചെയ്ത, ഫിനാൻസുകളുടെ ഇടപാടുകൾ ചെയ്ത ഫിനാൻസ് മണി എന്ന പേരിലും ഇവർ അറിയപ്പെടുന്നു. അങ്ങനെ പല രീതിയിലുള്ള ബിസിനസ് ചെയ്തിരുന്ന മണിയുടെ വളർച്ച ഈ ഓട്ടോറിക്ഷ ഡ്രൈവറിൽ നിന്ന് അല്ലെങ്കിൽ പോപ്കോൺ വിൽപ്പനക്കാരിൽ നിന്ന് പിന്നീട് ഒറ്റയടിക്ക് റിയൽ എസ്റ്റേറ്റുകാരനായി മാറുന്നു, വലിയ തോതിലുള്ള സാമ്പത്തിക ഇടപാടുകൾക്ക് വഴിവെക്കുന്നു, വലിയ തോതിൽ ഭൂമി സ്വന്തമാക്കുന്നു, വാഹനങ്ങൾ സ്വന്തമാക്കുന്നു, വലിയ വീടുകൾ വെക്കുന്നു. അങ്ങനെ വലിയൊരു സാമ്പത്തിക വളർച്ച ഉണ്ടായിരിക്കുന്നു എന്നുള്ള. പക്ഷേ ഇന്ന് മണി പറയുന്നത് ഞാൻ വലിയ ആളല്ല, അത്ര വലിയ സാമ്പത്തിക ശേഷിയുള്ള ആളല്ല, താനൊരു സാധാരണക്കാരനാണ് എന്നാണ് ഇന്നും വീണ്ടും മണി നമ്മളെ കണ്ടപ്പോൾ, മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. പക്ഷേ അതിനപ്പുറത്തേക്ക് മണി വലിയ സാമ്പത്തിക വളർച്ച നേടി എന്ന് തന്നെയാണ് ദിണ്ടികൾ കേന്ദ്രീകരിച്ചുള്ള സംഘം അറിയുന്നത്. അത്തരമൊരു നിഗമനത്തിലേക്ക് തന്നെയാണ് SIT എത്തുന്നത്. മണിയുടെ മൊഴികളൊന്നും തന്നെ ഈ ഘട്ടത്തിൽ SIT വിശ്വാസത്തിലെടുത്തില്ല എന്ന് തന്നെയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് കാരണവും ഈ വൈരുദ്ധ്യങ്ങളാണ്, മൊഴികളിലുള്ള വൈരുദ്ധ്യങ്ങളാണ്. ഇപ്പോൾ ശ്രീകൃഷ്ണനെ അറിയില്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയില്ല, ഈ ഉന്നതനെ അറിയില്ല. അങ്ങനെ ഇപ്പോൾ ഉന്നയിക്കപ്പെട്ട ആരോപണവിധേയരായ ആരും തന്നെ തനിക്ക് അറിയില്ല എന്നുള്ളൊരു പ്രഖ്യാപനമാണ് ഇപ്പോൾ മണി നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ SIT തന്നെ കണ്ടെത്തിയിരിക്കുന്ന ഒരു കാര്യം, നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഇത്തരം മണിയെയോ ശ്രീകൃഷ്ണനെയോ അല്ലെങ്കിൽ അത്ര പേരുകളുള്ള ആരെയും അറിയില്ല എന്ന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയിരുന്നു. എന്നാൽ ആ മൊഴിക്ക് വിരുദ്ധമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയും വിരുദ്ധനഗറിലുള്ള ശ്രീകൃഷ്ണനും തമ്മിൽ മൊബൈലിൽ സംസാരിച്ചിട്ടുണ്ട് എന്നതിന് CDR രേഖകൾ ഇപ്പോൾ SIT ലഭിച്ചിരിക്കുന്നു. സ്വാഭാവികമായും ഇവരുടെ ഒന്നും മൊഴികൾ ഈ ഘട്ടത്തിൽ വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല. വരുന്ന 30-ാം തീയതി ഇവർ നേരിട്ട് ഹാജരാകുന്ന കൂടുതൽ മൊഴിയെടുക്കലുണ്ട്. ഒരു പക്ഷേ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാൻ സാധ്യതയുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിലേറ്റവും കൂടുതൽ കേന്ദ്രീകരിക്കപ്പെടാൻ പോകുന്നത് ഡി മണി തന്നെയായിരിക്കും. ബാലമുരുകനിലേക്ക് വരുമ്പോൾ ബാലമുരുകൻ സിം എടുത്തു കൊടുത്തു എന്നതാണ് ബാലമുരുകനെ പ്രതി കുറ്റനിർത്തുന്നത്. എന്നാൽ തൻ്റെ അറിവില്ലായ്മ കൊണ്ട് തന്നോടൊരു സുഹൃത്ത് എന്നുള്ള നിലയിൽ ആവശ്യപ്പെട്ടപ്പോൾ താൻ ചെയ്തു നൽകിയതാണ് എന്നാണ് ബാലമുരുകൻ പറയുന്നത്. ആ കാര്യത്തിലാണ് ഇനി പരിശോധന വേണ്ടത്. അതിനപ്പുറത്തേക്ക് ബാലമുരുകൻ്റെ സാഹചര്യം, കുടുംബ സാഹചര്യം, ജോലി സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഒരു പക്ഷേ അത്ര ഒരു സാമ്പത്തിക വളർച്ച ഒന്നും നേടാത്ത വലിയ കടബാധ്യതകളുള്ള വീടടക്കം ലോണിലായിട്ടുള്ള ദിനേന ടൈലർ പണിയെടുത്ത് ജീവിക്കുന്ന ഒരു കൂലിപ്പണിക്കാരനായിട്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ അതിനപ്പുറത്തേക്ക് ഈ സിം എടുത്ത ഇടപാടുകളിലുള്ള ദുരൂഹത എന്തെങ്കിലും ഉണ്ടോ, ഏതെങ്കിലും തരത്തിൽ ബിനാമി പ്രവർത്തനം നടത്തിയിട്ടുണ്ടോ എന്നൊക്കെ തന്നെ അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടതാണ്. ദിണ്ടിഗൽ കേന്ദ്രീകരിച്ചുള്ള
സംബന്ധിച്ചുള്ള ചെറിയ ഭൂമി ഇടപാടുകൾ ഒരു മീഡിയേറ്റർ എന്ന നിലയിൽ ഒരു റിയൽ എസ്റ്റേറ്റ് കാര്യങ്ങൾ താൻ ചെയ്തിട്ടുണ്ട് എന്ന് ബാലമുരുകൻ തന്നെ തുറന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ ഡി മണിക്ക് വേണ്ടി ഭൂമികൾ വാങ്ങുകയും വിൽക്കുകയും താൻ ചെയ്തിട്ടുണ്ട്. അതിന് ചെറിയ തോതിലുള്ള വരുമാനം തനിക്ക് ലഭിക്കുകയും ചെയ്തു എന്നും ഇന്ന് റിപ്പോർട്ടിലൂടെ ബാലമുരുകൻ വെളിപ്പെടുത്തുകയും ചെയ്തു. എന്തായാലും ആദ്യഘട്ടത്തിൽ SIT സംഘമടക്കം കരുതിയിരുന്നത് ഈ ബാലമുരുകനും ഡി മണിയും ഒന്നാണ് എന്നതായിരുന്നു. അത് ആ രീതിയിലുള്ള ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബാലമുരുകന്റെ സിം രജിസ്റ്റർ ചെയ്തിട്ടുള്ള പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള നമ്പറിലെ അഡ്രസ് എടുത്തുകൊണ്ട് ബാലമുരുകന്റെ വീട്ടിലേക്ക് SIT സംഘം എത്തുന്നത്. അതിനുശേഷമാണ് ബാലമുരുകനും ഡി മണിയും രണ്ട് വ്യക്തികളാണെന്ന് SIT സംഘം മനസ്സിലാക്കി ബാലമുരുകനിൽ നിന്നും മണിയുടെ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് മണിയുടെ പക്കലേക്ക് SIT സംഘം എത്തുന്നത്. തുടർന്നാണ് ഇന്നലെ 12 മണി മുതൽ ഏകദേശം 2 മണിക്കൂറിലധികം സമയം തുടർച്ചയായി മണിയുടെ വിശദമായ മൊഴിയെടുക്കാനും SIT സംഘം തീരുമാനിക്കുകയും നീക്കങ്ങൾ നടത്തുകയും ചെയ്തത്. അതാണ്